ഔ എന്തൊക്കെയായിരുന്നു ഫിലിപ്പ് മമ്പാടി സാറ് ഞങ്ങളെ മുറ്റാന്. ഫിലിപ്പ് മമ്പാടി സാറ് ഞങ്ങൾ ഷട്ടാന്. റിമാൻഡ് റിപ്പോർട്ട് വരട്ടെ. റിമാൻഡ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അറിയാലോ എന്തായി. റിമാൻഡ് റിപ്പോർട്ട് വന്നു നോക്കുമ്പോൾ എൻ്റെ പൊന്നാര മക്കളെ, ഫിലിപ്പ് മമ്പാട് മനഃപൂർവ്വം പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. ആ പ്രായപൂർത്തിയാകാത്ത 16 വയസ്സും പ്രായം മാത്രമുള്ള മനോവൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. മാനസിക സംഘർഷമുള്ള ആ പെൺകുട്ടിനെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫിലിപ്പ് മമ്പാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ കുറ്റം ചെയ്യില്ല, അയാൾ പച്ച മനുഷ്യനാണ്, പാവാണ്, അയാൾ ലഹരി മാഫിയ അങ്ങനാണ്ട് മറ്റേ എന്താ പറയുക ട്രാപ്പാക്കിയിട്ടുള്ളതാണ്. ലഹരി മാഫിയ എല്ലാവരും കൂടിയിട്ട് അയാളെ ഒതുക്കിയിട്ടുള്ളതാണ്, വലിയ കെണിയാണ്, അങ്ങനെ ഇങ്ങനെ തേങ്ങയാണ്, മാങ്ങയാണ്, ചപ്പാണ്, ചവറാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവനെ പൂജിക്കണ ലെവലിലായിരുന്നു. മലപ്പുറത്തേരാണ് ഞങ്ങൾ മലപ്പുറത്തേര് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്. സാറിനെ കുടുക്കിയതാണ് അങ്ങനെ ഇങ്ങനെ ഒരു പെണ്ണെടുത്ത് പറയണ്, ഒരു പെണ്ണെടുത്ത് പറഞ്ഞതല്ല, ഒരു പെണ്ണിൻ്റെ കമൻ്റാണ് ഇത്. ഇതുപോലത്തെ ഒരു മോനെ ഞങ്ങൾക്ക് തരണേ അല്ല, ഇതുപോലത്തെ ഒരു മോനെ ഞങ്ങൾ തരണേ അല്ല. ഇതുപോലത്തെ ഇതുപോലത്തെ പീഡകനെയും ഇത്രയും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യമൃഗമായ ഫിലിപ്പ് മമ്പാടിനെ പോലത്തെ ഒരു മകനെ തരണേ അല്ലാന്ന് ഒരു പെണ്ണെടുത്ത് പ്രാർത്ഥിച്ച് കമൻ്റ് ഇടുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസുകൾ കമൻറ്റിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ട, ഒരുപാട് കമൻറ്റ് സെക്ഷൻ ഉണ്ട്. കമൻറ്റുകൾ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ വാരി വിതറിക്കണം. ഫിലിപ്പ് മമ്പാടിനെ പൊക്കിയിട്ട് ഇങ്ങനെ കമൻറ്റുകൾ വാരി വിതറിക്കണം. പിന്നെ സപ്പോർട്ട് ചെയ്യണം, ഫിലിപ്പ് മമ്പാടിന് വേണ്ടി രംഗത്തിറങ്ങണം, ഫിലിപ്പ് മമ്പാടിന് വേണ്ടിയിട്ട് സംസാരിക്കണം. ഫിലിപ്പ് മമ്പാടിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെ മുത്താണ്, ഞങ്ങളെ സ്വത്താണ്. അപ്പോൾ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇയാൾ മഹാ ഫ്രോഡാണ്, മഹാ ചേറ്റാണ്, മഹാനാരയാന്നുള്ളത് പലർക്കും അറിയാമെങ്കിലും ഇനിയിപ്പോൾ ഇയാളൊരു പോലീസുകാരനായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല കേസിൽ മറ്റുള്ളവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാൾ മറ്റുള്ളവരെ കുടുക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് പലരും തീരുന്നത്. പലരും ഇതിനെ പറ്റിയിട്ടും സംസാരിക്കാതിരുന്നും മുന്നോട്ട് വരാതിരുന്നു. പക്ഷെ ഇത് ഒരു അവസരം കിട്ടി നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തെന്ന് അറിഞ്ഞത് മുതൽ പലരും മുന്നോട്ട് വന്നു. ഇയാളെ സ്വഭാവത്തിനെ പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും അവിടുത്തെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ നാട്ടുകാരോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ കോണ്ടാക്ട് ചെയ്യണ സമയത്ത് ഇയാളെ പറ്റിയിട്ടുള്ള അതിമോശമായ കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നോക്കുമ്പോഴല്ലോ, വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, ഇയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞു നോക്കുമ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും എന്താ പറയുക, ഏറ്റവും വലിയ മനുഷ്യമൃഗം, ക്രൂരനായ മനുഷ്യൻ എന്നൊക്കെ പറയില്ല, ആ ലെവലിലേക്ക് തരം താന്ന മനുഷ്യനാണ്. ആ ലെവലിൽ ഈ കഥകളൊക്കെ അറിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളൊക്കെ അന്താളിച്ചു പോയി. ജനങ്ങളൊക്കെ ഇയാൾ ഇങ്ങനത്തെ ആളായിരുന്നോ, ഇയാൾ ഇത്രയും മനുഷ്യനായിരുന്നോ, ഇത്രയും വലിയ ക്രൂരമൃഗമായിരുന്നോ എന്നൊക്കെ അറിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളാകെ എന്താ പറയുക ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. കാരണം മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഇങ്ങനെ തകർക്കണേ. ആരെ പറ്റിയിട്ട്, അച്ഛനെ പറ്റിയിട്ടും അമ്മനെ പറ്റിയിട്ടും അതൊക്കെ പറഞ്ഞത് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ക്ലിയർ, 50% മറ്റേ ഫ്രോഡ് എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ്. അതായത് 3/4 കാര്യങ്ങളും ഫ്രോഡുമാണ്, 3/4 കാര്യങ്ങൾ ക്ലിയറുമാണ്. ആ ലെവലിലാണ് കാര്യങ്ങൾ. ഇപ്പൊ ആൾക്കാരൊക്കെ അന്തം വിട്ട് കുന്തം പോയ അവസ്ഥയിലിരുന്ന് എങ്ങനെ ആൾക്കാരൊക്കെ അന്തം വിട്ട് കുന്തം പോയ അവസ്ഥയിലാണ്. ഈ മഹാകൊടും ക്രൂരൻ എന്ന് പറഞ്ഞ ഈ നാരുണ്ടല്ലോ, ഇയാള് ഈ അതിജീവിതയുടെ വീട്ടിൽ പോയിട്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നത്. അതായത് ഈ ബലാത്സംഗം ചെയ്ത കുട്ടിനെ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഈ കുട്ടിനെ പീഡിപ്പിച്ചിരുന്നിട്ട് ഇയാള് ഈ അതിജീവിതയുടെ വീട്ടിൽ പോയിട്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. കുറ്റം ചെയ്യാത്ത ആളെങ്ങനെ ഒത്തുതീർപ്പിന് ശ്രമിക്കുക? കുറ്റം ചെയ്തെങ്കിലല്ലേ. അപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് സാറിനെ പോലത്തെ ഒരു കുട്ടിനെ ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾ അള്ളാഹുവേ ഞങ്ങൾക്കൊരു അതുപോലത്തെ ഒരു കുട്ടിയെ തരണേ പടച്ചോനെ, അതുപോലെ തന്നെ സാറ് മഹാനാണ്, ഉന്നതനാണ്, അങ്ങനെയാണ്, ഇങ്ങനെ തേങ്ങയാണ്, മാങ്ങാണ്, ചപ്പാണ്, ചവറാണ്, ഹലാക്കിൻ്റെ ഔലൂസും കഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെങ്ങനെ വാഴ്ത്തിപ്പാടി കഴിഞ്ഞാൽ ഇയാളെ പുണ്യാളനാക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. തന്നെ കുറേ ആൾക്കാർ അവരെ
പ്രത്യേകം എടുത്ത് പറയണത്. കുറേ ഞങ്ങൾ മലപ്പുറത്തുകാരാണ്, ഞങ്ങളുടെ മുത്താണ്, ഞങ്ങളെ സ്വത്താണ്, ഞങ്ങളെ സ്വകാര്യ അഹങ്കാരമാണ് സാറ്, ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യമാണ്, അങ്ങനത്തെ തേങ്ങയാണ്, മാങ്ങാണ്, ചപ്പാണ്. ഇയാൾക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ ഇടയിൽ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ മറവിൽ ഇയാൾ ചെയ്തിരുന്നത് എന്താ, ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇയാൾ ചെയ്തിരുന്നത്. പലരും പേടി കൊണ്ട്, ഇയാൾ വല്ല കേസിൽ മറ്റുള്ളവരെ കുടിക്കെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ് പറയാതിരുന്നത്. അത്രയും നാര് എന്ന് പറഞ്ഞ ചേറ്റതരാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? കള്ളത്തരം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യമൃഗം, അങ്ങനെ തന്നെ പറയും. കേരളം കണ്ടതിൽ വെച്ചാൽ ഏറ്റവും വലിയ മനുഷ്യമൃഗം. കാശ് എങ്ങനെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പറയാം. മദ്യം വേണ്ട, മദ്യം ഉപയോഗിക്കണ്ട, പയറ് ഈ ആദ്യമൊക്കെ കാട്ടിക്കൂട്ടിയ ആൾ പിന്നെ വെള്ളറച്ച് കുടിക്കാണ്ടിരിക്കുമോ? അതായത് ജനങ്ങളെ മുന്നിലേക്ക് വരുന്ന സമയത്ത് വളരെ ഡീസൻറ്റ്, മൈക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അലക്കല്ലേ, നാവുള്ള കാരം കൊണ്ട് പിടിച്ച് നിൽക്കാതെ വിചാരിച്ചില്ലേ, നാവ് ഇങ്ങനെ വാക്ക് ജാതി കൊണ്ട് ഇങ്ങനെ പിടിച്ച്. അതാണ് പറഞ്ഞത്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ തന്നത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഉണ്ടോ? ആ സത്യം എന്തായാലും പുറത്ത് വരും. എത്ര മൂടി വെച്ചിട്ടും കാര്യമില്ല, അത് മറ നീക്കി പുറത്ത് വരെ തന്നെ ചെയ്യും. അത് അതിൻ്റെ സത്യം, ആ സത്യത്തിൻ്റെ ഒരു എന്താണ്, സത്യത്തിൻ്റെ ഒരു പവറാണത്. അത് എങ്ങനെ മൂടിച്ചിട്ടും കാര്യമില്ല, അത് മൂടി എത്ര വെച്ചിട്ടും കാര്യമില്ല, അത് എങ്ങനെ മൂടിയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല, അത് പുറത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വരും തന്നെ ചെയ്യും. ഇനി ഫിലിപ്പ് മമ്പാടല്ല, അതിന് വലിയ ആള് കുറ്റം ചെയ്ത് കഴിഞ്ഞാലും അത് പുറത്ത് മറ നീക്കി പുറത്ത് വരും. അപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനസാക്ഷിയെ പോലും ഞെട്ടിച്ച സംഭവമാണ് ഈ ഫിലിപ്പ് മമ്പാട് ചെയ്ത കുറ്റം നടന്നത്. ഫിലിപ്പ് മമ്പാട് തന്നെ മോട്ടിവേഷൻ ഇങ്ങനെ വാവണ കിളക്കിളക്കിളക്കിളക്കിളെ അലക്കി വിട്ടല്ലേ. അള്ളാഹ് അതിട്ട് കേൾക്കുമ്പോൾ പെണ്ണുങ്ങളും മറ്റുള്ളവർ അള്ളാഹ് ഖുർആൻ്റെ സൂക്തങ്ങളും അതുപോലെ തന്നെ ഈ മധുകളും അത് ഇയാളെ ജീവിതം മാറ്റിമറിച്ചു. ഈ ആദ്യ കള്ള ഫ്രോഡിൻ്റെ വാക്കുകൾ പലരും ഇത് കേട്ടിട്ട് എന്ത് ചെയ്യാണ്, പലരും ഇത് കേട്ടിട്ട് അങ്ങനെ ഇതായി പോവാണ്. വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. അപ്പോൾ മലപ്പുറത്തുള്ള കുറച്ച് ആൾക്കാർക്ക് തന്നെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്താൽ തന്നെ ലഹരി മാഫിയ അങ്ങനെ ഉണ്ട് ഇയാളെ ഇതായിക്കാൻ തന്നെ. ലഹരി മാഫിയ അങ്ങനെ ഉണ്ട് ഇതായി. ലഹരിക്കെതിരെ സംസാരിക്കുന്ന ആളല്ലോ, ജോലിയൊക്കെ കളഞ്ഞിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തവരും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇറക്കിയവരൊക്കെ എന്ത് ചെയ്യണം, കണ്ടം വഴി ഓടിക്കോളും മക്കളെ. ഇങ്ങനെ രക്ഷയില്ല. കാരണം ഇയാൾ തെറ്റ് ചെയ്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഫിലിപ്പ് മമ്പാട് സാർ അങ്ങനെയാണ്, ഫിലിപ്പ് മമ്പാട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ അലക്കൊന്നും ഇനി അലക്കാൻ നിൽക്കണ്ട. കാരണം ഇയാൾ ഓരോ ക്ലാസ്സുകൾ എടുത്തിട്ട് ഇങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. ഞാൻ സത്യം ഒരു നാൾ പുറത്ത് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ്. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, പുണ്യാളിനാവാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ആ കഥ എന്തായി, അത് ഗുദാ ഹവായി. ഫിലിപ്പ് മമ്പാട് ഗുദാ ഹവായി പോയി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അതിനെപ്പറ്റി ചിന്തിക്കും വേണ്ട. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.